ഡൽഹിയിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച പയ്യൻ അവൻ സ്വപ്നം കാണുകയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മൂവി സ്റ്റാറായി മാറണമെന്ന്. അങ്ങനെ സ്വപ്നം കണ്ടാൽ നേടാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാനിപ്പോ പറഞ്ഞത് ഒരു മൂവിയുടെ സ്ക്രിപ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഷാരൂഖ് ഖാന്റെ യഥാർത്ഥ ജീവിത കഥയാണ്. എങ്ങനെയാണ് അദ്ദേഹം തന്റെ സക്സസിന് വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ടീച്ചറമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ നമുക്കും ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി എങ്ങനെ നേടിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഷാരൂഖ് ഖാൻ ലക്ഷറിയുടെ നടുവിലേക്ക് ജനിച്ചു വീണ ഒരു പയ്യനായിരുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരൻസിനെ നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്, ഐ എം നോട്ട് എ റൊമാൻറ്റിക് ഹീറോ, ഐ എം ജസ്റ്റ് സംവൺ ഹു ഡ്രീംസ് വിത്ത് ഓപ്പൺ ഐസ്. ശരിക്കും ലോ ഓഫ് അട്രാക്ഷനിലെ ഒന്നാമത്തെ കാര്യവും അത് തന്നെയല്ലേ, ക്ലാരിറ്റി ഓഫ് വിഷൻ. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വേണം. ഇപ്പോൾ ഷാരൂഖ് ഖാൻ ഒന്നുമില്ലായ്മയിലും തനിക്ക് എന്താണോ വേണ്ടത് അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങളും എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ എന്താണോ സ്വപ്നം നേടേണ്ടത് അത് നിരന്തരം വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെ നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഷാരൂഖ് ഖാൻ അടുത്തതായി യൂസ് ചെയ്ത ടെക്നിക്ക് എന്ന് പറയുന്നത് അഫർമേഷൻ ആണ്. അദ്ദേഹം ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറയുമായിരുന്നു, ഐ ആം ദി ബെസ്റ്റ്, ഐ ആം ദി ബെസ്റ്റ്, ഐ വിൽ വിൻ. അപ്പോൾ അദ്ദേഹം നിരന്തരം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് റിജക്ഷൻസ് നേരിടേണ്ടതായിട്ട്, ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് റിജക്ഷൻസ് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്തും അദ്ദേഹം പറഞ്ഞു, മേ ഹുന, ഐ വിൽ മേക്ക് ഇറ്റ്, ഞാനത് നേടും, ഞാനത് നേടിയിരിക്കും. ഇങ്ങനെ അഫർമേഷനായിട്ട് നിരന്തരം അദ്ദേഹത്തിന്റെ ഇതുപോലെ അഫർമേഷനായിട്ട് നിരന്തരം അദ്ദേഹം ഇങ്ങനെ സേ ഇറ്റ് ബിഫോർ യു സീ ഇറ്റ്, അതായത് നിങ്ങൾ നേടുന്നതിന് മുന്നേ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ ആം സക്സസ്ഫുൾ, ഐ ആം പവർഫുൾ, ഐ ആം എ വിന്നർ എന്ന് നിരന്തരം അഫർമേഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആക്ഷൻ എടുക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ കാലഘട്ടങ്ങളിൽ 18 മുതൽ 20 മണിക്കൂർ വരെ ഒരു ദിവസം SRK വർക്ക് ചെയ്യുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാരൂഖ് ഖാൻ സ്ഥിരം പറയുന്ന ഒരു കോട്ട് ഉണ്ട്, എന്താണെന്നറിയാവോ? വർക്ക് ഹാർഡ് ഇൻ സൈലൻസ്, ലെറ്റ് സക്സസ് മേക്ക് ദ നോയ്സ്. നിരന്തരമായിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കുക, നിരന്തരം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കുക, ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ആക്ടേഴ്സിൽ ഒരാളായി മാറിയിട്ടും ഷാരൂഖ് ഖാന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അദ്ദേഹം ഗ്രേറ്റ്ഫുൾ ആണ്. അദ്ദേഹത്തിന് ലഭിച്ച സൗഭാഗ്യങ്ങൾക്ക് അദ്ദേഹം ദൈവത്തിന് നന്ദി പറയാറുണ്ട്. ഷാരൂഖ് ഖാൻ പറയുന്നത്, ഇന്നും ഡൽഹിയിൽ ചാൻസ് ചോദിച്ച് പലരുടെയും പിറകെ നടന്ന ആ പയ്യനായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. താങ്ക്സ് ടു ഗോഡ്, ഇവിടം വരെ എത്തിച്ചതിന് ദൈവത്തിന് നന്ദി എന്ന് അദ്ദേഹം എല്ലാ ദിവസവും പറയാറുണ്ട് എന്നാണ് ഇന്റർവ്യൂസിൽ അദ്ദേഹം പറയുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് നേടണമെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കി വെക്കുക. നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. തീർച്ചയായും നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നന്ദിയുണ്ടെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഷാരൂഖ് ഖാന് അദ്ദേഹത്തിന്റെ കഴിവിലും അദ്ദേഹത്തിലും യൂണിവേഴ്സിലും വിശ്വാസമുണ്ടായിരുന്നു. പവർ ഓഫ് ബിലീഫ് എന്ന് പറയും. അൽക്കെമിസ്റ്റില് പൗലോ കൊയ്ലോ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, അതായത് നിങ്ങൾ അതിതീവ്രമായി ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പ്രപഞ്ചം പോലും കോൺസ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തും എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാര്യമാണോ അതിതീവ്രമായിട്ട് എനിക്കത് നേടണം എന്നുള്ള ബേണിംഗ് ഡിസയറോട് കൂടി നിങ്ങൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങൾ അത് നേടുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക, പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്കത് നേടാൻ പറ്റും. ഷാരൂഖ് ഖാൻ ലോ ഓഫ് അട്രാക്ഷനിലെ 3 സ്റ്റെപ്പ് ഫോർമുലയാണ് യൂസ് ചെയ്തത്. ഒന്നാമത്തത് ആസ്, അതായത് ക്ലിയർ ആയിട്ടൊരു വിഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് എന്താണോ വേണ്ടത് അതിനെപ്പറ്റി നിരന്തരം സ്വപ്നം കാണുക. രണ്ടാമത്തത് ബിലീവ് ആണ്, അതായത് വിശ്വസിക്കുക. നിങ്ങളിലേക്ക് അത് എത്തുന്നതിന് മുമ്പ് തന്നെ അത് നിങ്ങളിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു വിശ്വാസം, പ്രപഞ്ചശക്തി എനിക്കത് എന്തായാലും തരുമെന്നുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ ലോ ഓഫ് അട്രാക്ഷനിൽ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. മൂന്നാമത്തത് റിസീവ് ആണ് കേട്ടോ.
ടേക്ക് ആക്ഷൻ എടുക്കാതെ കാര്യം നടക്കില്ല. എന്ത് നേടണമെങ്കിലും അതിന് പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ ബി ഗ്രേറ്റ്ഫുൾ, ട്രസ്റ്റ് ദ പ്രോസസ്. ആ പ്രോസസ്സിൽ നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ പറ്റും. ഡൽഹിയിലെ ഒരു ഇടത്തരം ഫാമിലിയിൽ ജനിച്ച, ചെറുപ്പത്തിൽ തന്നെ പേരൻസ് നഷ്ടപ്പെട്ട, വലിയ സപ്പോർട്ടുകൾ ഒന്നുമില്ലാതിരുന്ന അദ്ദേഹത്തിന് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കിങ് ഖാൻ എന്നറിയപ്പെടുന്ന ബോളിവുഡിലെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള, ലോകം ബഹുമാനിക്കുന്ന ലെവലിലേക്ക് ഷാരൂഖ് ഖാൻ എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ അത് നേടിക്കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ വേഗം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഐ ബിലീവ് ഇൻ മൈസെൽഫ് എന്ന് ഇപ്പൊ തന്നെ കമന്റ് ഇടുക. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ കീപ് മാനിഫെസ്റ്റിംഗ്, കീപ് ഷൈനിങ്. ബൈ ബൈ, ലവ് യു ഓൾ.